ഹേ there, വെൽക്കം ബാക്ക് ടു ട്രേഡിംഗ് ലോജിക്സ്. ഇന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സൈറ്റിലോട്ടാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. എക്കണോമിക് കലണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ട്രേഡിങ്ങിൽ ഇൻട്രാഡേയിലായിരുന്നാലും ശരി, പൊസിഷനിലായിരുന്നാലും ശരി, നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻ്റാണ്. അതായത് നമുക്ക് മാർക്കറ്റിൽ ഫ്ലക്ച്വേഷൻസ് ഗ്ലോബലി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും. മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻസിനെ ഏറ്റവും കൂടുതൽ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഈ ഗ്ലോബൽ മൂവ്മെൻറ്റ്സ് ആണ്. അതായത് ഇന്ത്യൻ മാർക്കറ്റ് ഏറ്റവും റിലേറ്റഡ് ചെയ്തിരിക്കുന്നത് ഗ്ലോബൽ മാർക്കറ്റായ നമ്മുടെ ഡൗ ജോൺസിനാണ്. ഡൗ ജോൺസിലുള്ള മൊമെൻറ്റും നമുക്ക് അത് ഞാൻ എങ്ങനെ ട്രാക്ക് ചെയ്യുന്നതെന്നാണ് ഞാൻ നിങ്ങൾക്കൊന്ന് പറയുന്നത്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ സൈറ്റിലോട്ട് പോകുന്നു. അപ്പോഴേക്കും ഡൗ ജോൺസിലോ, അതായത് അമേരിക്കൻ മാർക്കറ്റിലൊക്കെ എന്തെങ്കിലും സ്പീച്ചോ അല്ല അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഹൈലൈറ്റ് ചെയ്തിരിക്കും. കണ്ടോ, ഇതിപ്പോൾ ചൈന മാർക്കറ്റിലാണ്. ഇന്നിപ്പം 7:53. ഇതിപ്പോൾ ചൈന മാർക്കറ്റിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഫ്ലേഷൻ റേറ്റ് അവർ റിലീസ് ചെയ്യുന്ന ടൈമാണ് 7 മണി. അപ്പോൾ ഇതനുസരിച്ച് ഏഷ്യൻ മാർക്കറ്റിൽ ചെറിയൊരു മൊമെൻറ്റം ഇതിനുണ്ടാക്കാൻ പറ്റും. ഇതാണ് എൻ്റെ കൺസെപ്റ്റ്. സോ ഇത് അമേരിക്കൻ ഡൗ ജോൺസിൻ്റെയൊക്കെ റിസൾട്ട് ആയിരുന്നുണ്ടെങ്കിൽ മച്ച് മോർ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. റെഡ് ബാക്ക്ഗ്രൗണ്ടിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഈ ബോൾഡായിട്ട് ബ്ലാക്ക് ലെറ്റേഴ്സിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത് അമേരിക്കൻ മാർക്കറ്റ് കണ്ടോ, നാളെ തിങ്കളാഴ്ച 6:30 PM US മാർക്കറ്റിൻ്റെ ജെഫർസൺ സ്പീച്ച്, അമേരിക്കൻ മാർക്കറ്റിൽ ഫെഡ് ജെഫർസൺ സ്പീച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഫെഡ് മാസ്റ്റർ സ്പീച്ച് അത് ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടോ, അതാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിനെയൊക്കെ നമുക്ക് അടുത്ത ദിവസത്തെ ഇമ്പാക്റ്റ് തരാൻ ചാൻസ് ഉള്ള സംഭവങ്ങളാണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇൻഫ്ലേഷൻ്റെ റേറ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് നമുക്ക് നമ്മുടെ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് ഇതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, യുണൈറ്റഡ് കിങ്ഡം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്. കണ്ടോ, ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം കൂടെ മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഡേറ്റ മനസ്സിലാക്കാനായിട്ട് ഇന്ത്യൻ മാർക്കറ്റിൻ്റെ ഡേറ്റിലോട്ട് തന്നെ പോവാം. ഓക്കെ, കണ്ടോ, ഇതിനകത്ത് നമുക്ക് രണ്ട് കാര്യങ്ങളിൽ നമുക്ക് മേജറായിട്ട് നമുക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അതായത് പ്രീവിയസ് ആയിട്ട് വന്ന റിസൾട്ട് 5.1% ആയിരുന്നു. ഇപ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത്, അതായത് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5% ആണ്. 0.1%ൻ്റെ ഡൗൺ ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഇത് എക്സ്പെക്റ്റ് ചെയ്യുന്നതാണ്. ഇതനുസരിച്ച് അപ്പോൾ ഇത് മാർക്കറ്റ് ഇപ്പോൾ അക്സെപ്റ്റ് ചെയ്ത് ഇതനുസരിച്ച് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു റേഞ്ചിൽ നിന്ന്, അതായത് 5%, മേ ബി 5.2 എന്ന് വിചാരിക്കുക, അതിനനുസരിച്ച് മാർക്കറ്റ് ഫ്ലക്ച്വേറ്റ് ആവും. 4.8 എന്ന് വിചാരിക്കുക, 4.9 എന്ന് വിചാരിക്കുക. അവർ പ്രതീക്ഷിക്കുന്ന റേറ്റിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ, അതായത് ഫോർകാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫിഗർ നല്ല രീതിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതൊന്ന് വ്യക്തമായിട്ട് ഓർക്കുക. എല്ലാ ഇവൻറ്റിനും നമുക്ക് ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നമുക്ക് ഇവരുടെ ഇവൻറ്റ് നോക്കാം. കണ്ടോ, ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രീവിയസ് ഇതാണ് ഫോർകാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ റേഞ്ചിൽ നിന്ന്, അവരുടെ എക്സ്പെക്റ്റേഷനിൽ നിന്ന് മാറ്റം ഉണ്ടെങ്കിൽ മാർക്കറ്റിന് ഹെവി ആയിട്ടുള്ള ഫ്ലക്ച്വേഷൻ ഉണ്ടാകും. അതാണ് കൺസെപ്റ്റ്. കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഡേറ്റയുടെ പ്രാധാന്യവും അതിൻ്റെ ഒരു ഉപയോഗവും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വരുന്ന ട്രേഡിംഗ് സെക്ഷനിൽ ഇത് മാക്സിമം ഉപയോഗിക്കുക. നമുക്ക് ഗ്ലോബലി ഒരു ഔട്ട്ലുക്ക് കിട്ടാനായിട്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് തന്നത്. സോ സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ലെറ്റ്സ് സീ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.